ലോകത്തിന്റെ ഏതൊരു ഭാഗത്തും ഒരു യുദ്ധമുണ്ടായാൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതകൾ നിരത്തി തിയറികളെത്തും. ആണവായുധം കയ്യിലുള്ള രാജ്യങ്ങൾ തമ്മിലാണ് ഈ സംഘർഷമെങ്കിൽ ഇതാ ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന തരത്തിൽ പോകും പ്രവചനങ്ങൾ. എല്ലാം ശാന്തമായിരിക്കുന്ന സമയത്ത് പോലും ഇത്തരം പേടിപ്പെടുത്തുന്ന പ്രവചനങ്ങൾ എത്തുന്നത് പതിവാണ്. ശരിക്കും അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് ഒരു ബുക്കിനെ ചുറ്റിപ്പറ്റിയാണ്. ഉത്തര കൊറിയ, അമേരിക്ക, റഷ്യ എന്നീ രാജ്യങ്ങൾ മൂന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചാൽ 72 മണിക്കൂറിനുള്ളിൽ മനുഷ്യരാശിയുടെ 60% ഇല്ലാതാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആനി ജേക്കബ്സൺ തന്റെ പുതിയ പുസ്തകത്തിലൂടെ. ഉത്തര കൊറിയയിൽ നിന്നാണ് ആരംഭം. കിം ജോങ് ഉൻ അപ്രതീക്ഷിതമായി ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ US-ലേക്ക് വിക്ഷേപിക്കുന്നു. ഒന്ന് വാഷിംഗ്ടണിലെ പെന്റഗണിലേക്ക്, മറ്റൊന്ന് ലക്ഷ്യമിടുന്നത് കാലിഫോർണിയയിലെ ഒരു ആണവ റിയാക്ടറും. US സാറ്റലൈറ്റുകൾ ഇത് കണ്ടെത്തും. ഇമ്പാക്റ്റിന് 33 മിനിറ്റ് മാത്രമാണ് ബാക്കി. പ്രസിഡന്റിനെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്നു. തീരുമാനമെടുക്കാൻ വെറും 6 മിനിറ്റ് മാത്രമാണ് US-ന് മുന്നിലുള്ളത്. തിരിച്ചടിക്കാം, അല്ലെങ്കിൽ സംയമനം പാലിക്കാം. ലോഞ്ച് ഓൺ വാർണിംഗ് പോളിസി പ്രകാരം US ഒരു പ്രതികാര പദ്ധതി തയ്യാറാക്കുന്നു. ഇതിനിടെ ഉത്തര കൊറിയയുടെ ആദ്യ മിസൈൽ പെന്റഗണിന് മുകളിൽ പൊട്ടിത്തെറിക്കും. വാഷിംഗ്ടൺ DC വേരോടെ നശിപ്പിക്കപ്പെടും. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീഴും. രണ്ടാമത്തെ സബ്മറൈൻ ലോഞ്ച്ഡ് മിസൈൽ കാലിഫോർണിയയിലെ ഡയബ്ലോ കാനൻ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. റേഡിയേഷൻ മൂലം ആ പ്രദേശം ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും വാസയോഗ്യമല്ലാത്ത സ്ഥിതിയിലേക്ക് മാറും. US ഓപ്പറേഷൻ ചാർലി പ്രകാരം ഉത്തര കൊറിയയ്ക്ക് നേരെ 82 വാർഹെഡുകൾ വിക്ഷേപിക്കാൻ ഉത്തരവിടും. പക്ഷേ അമേരിക്കൻ മിസൈലുകൾ കടന്നു പോകുന്നത് റഷ്യൻ പ്രദേശത്തിന് മുകളിലൂടെയാണ്. റഷ്യ ഇത് അവർക്ക് നേരെയുള്ള ആക്രമണമായി തെറ്റിദ്ധരിക്കും. അമേരിക്കൻ നേതൃത്വവുമായി ബന്ധപ്പെടാൻ കഴിയാത്തതിനാൽ റഷ്യ ഒരു തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്നു. 1 മണിക്കൂറിനുള്ളിൽ റഷ്യയുടെ 1000 വാർഹെഡുകൾ അമേരിക്കയിൽ വന്നു വീഴുന്നു. വലിയൊരു ഭാഗവും നശിച്ചു പോകും. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ പൂർണ്ണമായും നിയന്ത്രണം വിട്ട് അമേരിക്ക, റഷ്യ, ചൈന ഉൾപ്പെടുന്ന ആഗോള ആണവ യുദ്ധമായി മാറും. 72 മണിക്കൂറിനുള്ളിൽ ആയിരക്കണക്കിന് മിസൈലുകളാകും പൊട്ടിത്തെറിക്കുക. ആണവ തീഗോളങ്ങൾ ലോകത്തെ വിഴുങ്ങിക്കളയും. ഭൂമിയിലെ 80 കോടി ജനങ്ങളിൽ 50 കോടി പേരും ആദ്യ 72 മണിക്കൂറിനുള്ളിൽ മരിക്കുമെന്ന് 2022 ഒരു പഠനം ഉദ്ധരിച്ച് ആനി ജേക്കബ്സൺ പറയുന്നുണ്ട്. സാങ്കല്പിക സാഹചര്യം മാത്രമാണ് ഈ ബുക്കിൽ ജേക്കബ്സൺ വിവരിക്കുന്നതെങ്കിലും അതിലെ എല്ലാ വിവരങ്ങളും ഡീക്ലാസിഫൈഡ് രേഖകളും പ്രതിരോധ ശാസ്ത്രജ്ഞരുടെ അഭിമുഖങ്ങളും കാലാവസ്ഥാ മോഡലിംഗ് പഠനങ്ങളും അടിസ്ഥാനമാക്കിയാണ് വിവരിച്ചിരിക്കുന്നത്. ആണവ യുദ്ധത്തിന് ശേഷം ഭക്ഷ്യോൽപാദനം നിലനിർത്താൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്ന 2 രാജ്യങ്ങൾ മാത്രമാണുള്ളത്: ഓസ്ട്രേലിയയും ന്യൂസിലൻഡും. അതും സാധാരണ ജീവിതമല്ല. അണ്ടർഗ്രൗണ്ടിൽ താമസം, ജീവൻ നിലനിന്ന് പോകാൻ കഴിയുന്നത്ര ഭക്ഷണം മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക.